ഹലോ കൂട്ടുകാരെ, നമുക്കൊരു കുഞ്ഞു കഥ കേട്ടാലോ? കുറൂരമ്മയുടെ ഉണ്ണിക്കണ്ണൻ്റെയും. തൃശ്ശൂരിനടുത്തുള്ള കുറൂരില്ലം വാത്സല്യത്തിൻ്റെയും ഏകാന്തതയുടെയും മൗനം പേറിയാണ് നിലനിന്നിരുന്നത്. ഭർത്താവിൻ്റെ വേർപാടിന് ശേഷം കുറൂരമ്മയ്ക്ക് ചുറ്റുമുള്ള ലോകം വളരെ ചുരുങ്ങി. അവർക്ക് ഗുരുവായൂരപ്പൻ മാത്രമായിരുന്നു എല്ലാം. കുറൂരമ്മയ്ക്ക് ഭഗവാൻ ഗുരുവായൂരപ്പൻ ലോകനാഥനായ സർവേശ്വരനായിരുന്നില്ല, മറിച്ച് ഉണ്ണിയായിരുന്നു. തൻ്റെ മുറ്റം നിറയെ ഓടിച്ചാടി കളിക്കുന്ന ഒരു കുഞ്ചു കൗമാര ബാലകനായിരുന്നു. രാത്രിയും പകലും ആ ചുണ്ടുകളിൽ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന ഒരു മന്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കണ്ണ, നിനക്ക് അമ്മയില്ലേ? ഈ ഏകാന്തതയിൽ നിൻ്റെ അമ്മയായിരിക്കാൻ നീ എന്നെ അനുവദിക്കുമോ? ആ പ്രാർത്ഥനയുടെ ചൂട് ഗുരുവായൂരമ്പലത്തിലെ ശ്രീകോവിലിൻ്റെ വാതിലിൽ അടിയടിക്കും പോലെയായിരുന്നു. ഒരു സന്ധ്യയ്ക്ക് ആ ഇല്ലത്തിൻ്റെ പൂമുഖത്ത് അതിമനോഹരനായ ഒരു ബാലകനെത്തി. മയിൽപ്പീലിയോ ഓടക്കുഴോ ഒന്നുമില്ലെങ്കിലും ആ കണ്ണുകളിലെ തേജസ്സും കുസൃതിയൊക്കെ നമ്മുടെ കണ്ണൻ്റേതായിരുന്നു. അമ്മേ, എനിക്ക് വയ്യ, ഏറെ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ ബാലൻ അടുത്ത് വന്ന് നിന്നപ്പോൾ കുറൂരമ്മയുടെ ഹൃദയം നിറഞ്ഞു. ഇത് സ്വപ്നമല്ല, സത്യമാണ്. തൻ്റെ പ്രാർത്ഥന കേട്ട് തൻ്റെ വാത്സല്യം തേടി വന്ന ഒരു പുത്രൻ. മോനെ, നീ എവിടുന്നാ വരുന്നത്? നിൻ്റെ പേരെന്താ? ബാലൻ്റെ മറുപടി നിഷ്കളങ്കത മാത്രം. എനിക്ക് വീടോ പേരോ ഒന്നുമില്ല അമ്മേ, ഒരമ്മയുടെ സ്നേഹം തേടി വന്നതാ. അമ്മ ആ ബാലനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. നിന്നെ ഞാൻ ഉണ്ണിയെന്ന് വിളിക്കും, എൻ്റെ ഉണ്ണി. വാ, എൻ്റെ കണ്ണന് ഞാൻ ആഹാരം തരാം. അന്നു മുതൽ കുറൂരമ്മയുടെ ഇല്ലം ഉണ്ണിക്കണ്ണൻ്റെ കളിത്തട്ടായി മാറി. ഇല്ലത്തെ മുക്കും മൂലയും ഉണ്ണിയുടെ ചിരിയും കളിയുമായിട്ട് നിറഞ്ഞു നിന്നു. ഒരു നാൾ കുറൂരമ്മയുടെ പ്രധാനപ്പെട്ട ഒരു പൂജയ്ക്കൊരുങ്ങി. പൂജാമുറിയിലേക്ക് പോകുന്നതിന് മുൻപ് കുറൂരമ്മ ഉണ്ണിയോട് വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറഞ്ഞു. പൂജാമുറിയുടെ പവിത്രതയും വീടിൻ്റെ ശാന്തതയും അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. ഉണ്ണി, അമ്മ വരുമ്പോഴേക്കും നീ ഇവിടെ നിന്ന് അലങ്കോലപ്പെടുത്തരുത് കേട്ടോ. കുറൂരമ്മ പോയ തക്കം നോക്കി നമ്മുടെ ഉണ്ണിക്കണ്ണൻ അടുക്കളയിലേക്ക് ചെന്ന്. അപ്പോഴാണ് ദൂരദേശത്തു നിന്ന് വന്ന കുറൂരമ്മയുടെ മരുമകൻ്റെ ആഗമനം. പൂജയെ പങ്കെടുക്കാനായിട്ട് എത്തിയതാണ് കേട്ടോ. നമ്മുടെ സാമൂതിരിക്കായി സൂക്ഷിച്ചു വെച്ച മാത്തി, അതൊരു തരം പലഹാരമാണ് കേട്ടോ, അടുക്കളയിൽ കണ്ടത്. അപ്പോൾ അവിടേക്ക് കടന്നു വന്ന മരുമകൻ അടുക്കളയിൽ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ഉണ്ണിയെയാണ് കണ്ടത്. മരുമകൻ്റെ മനസ്സ് പെട്ടെന്ന് കടുത്തു. ഇത്ര വലിയ പൂജ നടക്കുന്ന വീട്ടിൽ ഈ കുട്ടി കള്ളത്തരം കാണിക്കുന്നു. ഹേ കുട്ടി, നീ ഇതെന്താണ് ഈ ചെയ്യുന്നത്? നിനക്ക് നാണമില്ലേ ഇത് മുഴുവൻ ഒളിച്ചു നിന്ന് തിന്നാൻ? ഈ വീട്ടിൽ ഒരു ചടങ്ങല്ലേ നടക്കുന്നത്? കള്ളത്തരം കാണിക്കാൻ നിനക്ക് എന്തൊരു ദുഷ്ടബുദ്ധിയാണ്. മരുമകൻ്റെ ശാസന കഠിനമായിരുന്നു. ആ ശാസന കേട്ട് പാവം നമ്മുടെ ഉണ്ണി മുഖം കുനിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ലോകം മുഴുവൻ സൃഷ്ടിച്ചവനെ ഒരു കള്ളനെന്ന് വിളിച്ച് ശകാരിച്ച ആ നിമിഷം ആ വാത്സല്യ രൂപത്തിൻ്റെ മുഖം വാടി. എന്നാൽ അവൻ അവിടെ നിന്ന് പോയില്ല. അമ്മയുടെ പൂജ കഴിയാൻ കാത്തു നിന്നു ശാന്തനായി. പൂജാസമയമായപ്പോൾ കുറൂരമ്മ പൂജാമുറിയിൽ മന്ത്രങ്ങൾ ഉരുവിടുകയായിരുന്നു. ആ സമയം കുറൂരമ്മയുടെ ഇല്ലത്തേക്ക് പൂജ നടത്താനായിട്ട് വില്ലോമംഗലം സ്വാമിയാർ കടന്നു വന്നു. അദ്ദേഹം നേരെ പൂജാമുറിക്ക് മുന്നിലെത്തി. പുറത്തും മരുമകൻ ശാസിച്ചതിൻ്റെ ദുഃഖത്തിൽ ഉണ്ണിക്കണ്ണൻ നിശബ്ദനായി പൂമുഖത്ത് തലകുനിച്ചു നിൽക്കുകയാണ്. അകത്ത് വില്ലോമംഗലം തൻ്റെ കണ്ണുകൾ അടച്ചിരുന്നു. ഗുരുവായൂരപ്പന് പൂജാപുഷ്പങ്ങൾ അർപ്പിച്ചു ധ്യാനിച്ചപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖം ഭക്തിയുടെ തേജസ്സാൽ ജ്വാലിച്ചു. കണ്ണുകൾ വിടർന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭക്തിയുടെ തേജസ് നിറഞ്ഞു. അദ്ദേഹം കുറൂരമ്മയെ നോക്കി വിറയ്ക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു, അമ്മേ, അവിടുത്തെ പൂജയ്ക്ക് എന്തൊരു ഭാഗ്യമാണ്. കുറൂരമ്മ തന്നെ അമ്പരപ്പോടെ ചോദിച്ചു, എന്താണ് സ്വാമി, എന്താണ് ഇത്ര പരിഭ്രമം? വില്ലോമംഗലം പറഞ്ഞു, പരിഭ്രമമല്ല അമ്മേ, ഇത് എൻ്റെ ജന്മത്തിലെ മഹാഭാഗ്യമാണ്. ഞാനിവിടെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ അർപ്പിച്ച പൂജാപുഷ്പങ്ങൾ എല്ലാം ഇപ്പോൾ ഇതാ ഈ ഇല്ലത്തിൻ്റെ ഉമ്മർത്ത് നിൽക്കുന്ന ആ ഉണ്ണിയുടെ കാൽച്ചുവട്ടിലാണ് വീണിരിക്കുന്നത്. കുറൂരമ്മ തളർന്നു പോയി. ഉമ്മർത്ത് നിന്ന്
മരുമകൻ്റെ കള്ളൻ എന്ന ശാസന കേട്ട് ദുഃഖിതനായി നിന്ന ഉണ്ണി സാക്ഷാൽ ഗുരുവായൂരപ്പനായിരുന്നുവോ? കുറൂരമ്മ കരഞ്ഞുകൊണ്ട്, അയ്യോ എൻ്റെ ഉണ്ണി, അങ്ങിൻ്റെ മകനായി വന്ന ഭഗവാനായിരുന്നുവോ എന്ന് പറഞ്ഞ് കുറൂരമ്മ ഓടിച്ചെന്ന് ഉണ്ണിയെ വാരിയെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ലോകം നിയന്ത്രിക്കുന്ന ഭഗവാൻ സ്വയം ഒരു കുട്ടിയായി വന്നത് തൻ്റെ ഭക്തൻ്റെ വാത്സല്യത്തിനായി മാത്രമായിരുന്നു. ആ വാത്സല്യം തിരിച്ചറിഞ്ഞ നിമിഷം ആ രൂപം അവിടെ തുടരേണ്ടതില്ലായിരുന്നു. കുറൂരമ്മയുടെ കൈകൾ ആകാശത്തേക്ക് നീളും മുൻപ് ഉണ്ണി ഒരു നേരിയ പുഞ്ചിരിയോടെ, അമ്മേ, എൻ്റെ ഈ സ്നേഹം എപ്പോഴും ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഒരു സ്വർണ്ണത്തിളക്കത്തോടെ അന്തരീക്ഷത്തിലേക്ക് ലയിച്ചു ചേർന്നു. ആ ശൂന്യതയിലേക്ക് നോക്കി കുറൂരമ്മയുടെ മുഖം ദുഃഖം നിലവിളിയായി. മോനെ, എൻ്റെ കണ്ണ, ഒരു നിമിഷം പോലും എനിക്ക് നിന്നെ ലാളിക്കാൻ കഴിഞ്ഞില്ലല്ലോ. നിന്നെ ഒരു കള്ളനെന്ന് വിളിച്ച് ശാസിക്കുന്നതിന് ഞാൻ സാക്ഷിയാകാൻ ഇടയായല്ലോ. അമ്മയുടെ കണ്ണുനീർ നിലത്ത് വീണ് മണ്ണിൽ ലയിച്ചു. ഇല്ലം മുഴുവൻ ഭക്തിയുടെയും നഷ്ടബോധത്തിൻ്റെയും വേദനയിൽ മുങ്ങി. താൻ നിസ്സാരമായി കണ്ട കുസൃതിക്കാരൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയായിരുന്നു എന്ന് അന്ന് കുറൂരമ്മ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു. വാത്സല്യഭക്തിയുടെ പരമമായ ആഴം തിരിച്ചറിഞ്ഞ ഗുരുവായൂരപ്പൻ കുറൂരമ്മയുടെ ആ സ്നേഹത്തിന് എന്നും പകരം നൽകുന്നു. ഭഗവാൻ കുറൂരമ്മയ്ക്ക് വേണ്ടി ദിവസവും ഒരു നേരം നിവേദ്യം സമർപ്പിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. വാത്സല്യത്തിൻ്റെ ഈ അമൃതധാര എന്നും ഭക്തരുടെ കണ്ണുകളെ ഏറാനണിയിച്ച് ഭഗവത് ഭക്തിയുടെ മധുരം വിളമ്പിക്കൊണ്ടേയിരിക്കും. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.